2016 മൊവാന എന്ന സിനിമ കണ്ട് റിവ്യൂ എഴുതിയപ്പോൾ അന്ന് ആനിമേഷൻ സിനിമകളുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റം കൊണ്ടുവന്ന സൂട്ടോപ്പിയ പോലെ കാര്യമായ പരീക്ഷണങ്ങളൊന്നും നടത്താത്ത വളരെ ജനറിക് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് സിനിമയാണെങ്കിലും തുടർച്ചയായിട്ടുള്ള ഒരുപാട് ഫൺ എലമെൻറ്റുകൾ കാരണം നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമയായിട്ട് മൊവാന മാറുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആദ്യത്തെ പടത്തിന് വേൾഡ് ബിൽഡിംഗ് പോലത്തെ ടാസ്കുകളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടാമത്തെ സിനിമയായിട്ടുള്ള മൊവാന 2 വരുമ്പോൾ ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള വേൾഡിനെ കുറച്ചുകൂടെ ഫ്രഷായ രീതിയിൽ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ചുമതല ഇതിൻ്റെ മേക്കേഴ്സിൻ്റെ മേൽ വരുന്നുണ്ട്. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന വില്ലൻ്റെ തിയറിയെ പൊളിക്കുന്നത് കോർ ഐഡിയ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിലും ഒന്നാം ഭാഗത്തിനോട് താരതമ്യം ചെയ്യുമ്പോൾ എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിൽ കാര്യമായൊരു കുറവ് സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യ ഭാഗത്തിൽ നമ്മൾ കണ്ടതിൻ്റെ അല്പം വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ് മൊവാന 2 നടക്കുന്നത്. തൻ്റെ ഐലൻഡിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ ആളുകളുണ്ടോ എന്നറിയാൻ വേണ്ടി ഒരുപാട് എക്സ്പെഡീഷൻ നടത്തുന്ന ഒരാളായിട്ട് ഇപ്പം മൊവാന മാറിയിട്ടുണ്ട്. തൊത്തായ് വാസ എന്ന മൊവാനയുടെ പൂർവികൻ ഒരു വിഷൻ പോലെ വന്നിട്ട് നാലോ എന്ന സ്റ്റോം ഗോഡ് കൈയടക്കി വെച്ചിട്ടുള്ള മോട്ടു ഫെറ്റു എന്ന ഐലൻഡ് കണ്ടുപിടിക്കണമെന്ന് പറയുന്നു. ആ ഐലൻഡ് കണ്ടുപിടിക്കാൻ മൊവാന സ്വന്തം ക്രൂവിൻ്റെ കൂടെ യാത്ര തിരിക്കുന്നതും ആ യാത്രയിൽ മാവി അവളെ എങ്ങനെ സഹായിക്കുന്നു എന്നതൊക്കെയാണ് മൊവാന 2 നമ്മൾ കാണുന്നത്. സ്റ്റോറിക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിലും ഡ്രാമ സെറ്റ് ചെയ്യുന്നതിലും തെറ്റ് പറയാനില്ലാത്ത രീതിയിലുള്ളൊരു പരിപാടി അവർ ചെയ്തിട്ടുണ്ട്. സ്ഥിരം മോട്ടിവേഷണൽ സംഭവത്തെ ഫാൻറ്റസി എലമെൻറ്റുകളെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു ആനിമേഷൻ സിനിമയ്ക്ക് വേണ്ട പരുവത്തിൽ പടം എത്തുന്നുണ്ട്. പക്ഷെ നല്ല രീതിയിൽ പ്രേക്ഷകനെ എക്സൈറ്റ് ചെയ്യിക്കുന്ന മൊമെൻറ്റുകളുടെ അഭാവം നമുക്ക് ഈ സിനിമയിൽ ശരിക്കും കാണാൻ സാധിക്കും. ആദ്യത്തെ സിനിമയിൽ തമാശ രൂപേണ ട്വിറ്ററിനെ കുറിച്ചൊക്കെ ഡയലോഗുകൾ ഉണ്ടായിരുന്നു. പക്ഷെ മൊവാന 2 വരുമ്പോൾ ഇത്തരത്തിൽ തിയേറ്റർ വിട്ടിറങ്ങുമ്പോഴും നമുക്ക് ഓർത്ത് ചിരിക്കാൻ പാകത്തിനുള്ള ഒന്നും തന്നെ ഇല്ല. ഇവൻറ്റുകളുടെ ഒരു ഗ്രാൻഡ്യൂർ കാരണം ആകെ 1 മണിക്കൂർ 40 മിനിറ്റുള്ള സിനിമ എൻഗേജിങ് ആയി കണ്ടിരിക്കാൻ പറ്റും. പക്ഷെ റീകോൾ വാല്യൂ കാര്യത്തിൽ ആദ്യത്തേതിനോട് കിടപിടിക്കാൻ ഇതിന് സാധിക്കുന്നില്ല. പല സ്ഥലങ്ങളിലും ഒരു സീനിൽ തന്നെ സിനിമ വല്ലാതെ കടിച്ചു തൂങ്ങുന്ന പോലെ തോന്നി. ആ സീനിൽ നിന്ന് അടുത്ത സീനിലേക്ക് പോകാൻ സിനിമയോട് നമ്മൾ അങ്ങോട്ട് പറയാൻ തുടങ്ങുമ്പോൾ മ്യൂസിക്കൽ എലമെൻ്റ് ആയിട്ട് ഒരു പാട്ട് കയറി വരും. മ്യൂസിക്കൽ സംഗതികളുടെ വിഷ്വൽ കൊറിയോഗ്രാഫി അടിപൊളിയാണെങ്കിലും ലിറിക്സിൻ്റെ റൈമിങ്ങിനോ സാധാരണഗതിയിൽ മ്യൂസിക്കലുകൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗൂസ് ബംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. തിരക്കഥയിലെ ഫോർഷാഡോയിങ് ടെക്നിക്കുകളെല്ലാം വളരെ ഔട്ട്ഡേറ്റഡ് ആണ്. കുട്ടികളുടെ സിനിമയായതുകൊണ്ട് ഇങ്ങനെയൊക്കെ മതി എന്നൊരു വിഭാഗം ആളുകൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഇൻസൈഡ് ഔട്ടും സൂട്ടോപ്പിയും ഒക്കെ ഇറങ്ങിയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ മതി എന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? എല്ലാ കഥാപാത്രങ്ങളുടെയും വോയിസ് ആക്ടിങ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ കഥയിലുള്ള ഒരു ഊർജ്ജക്കുറവ് പ്രകടനങ്ങളിലും കാണാൻ പറ്റും. ആദ്യ ഭാഗത്തിന് താഴെ നിൽക്കുന്ന ഒരു സീക്വലാണ് മൊവാന 2. നമ്മളെ സിനിമ കണ്ടിരിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആകെ മൊത്തത്തിലുള്ള ദൃശ്യഭംഗിയും അവിടെ ഇവിടെയൊക്കെ വരുന്ന ചില്ലറ തമാശകളുമാണ്. ആളുകളെ കണക്ട് ചെയ്യുന്ന ഒരു വലിയ ലോകം ഉണ്ടാക്കാൻ നോക്കുന്നതും അതിൻ്റെ അമരത്തൊരു സ്ത്രീയെ പ്രതിഷ്ഠിക്കുന്നതും ഒക്കെ തീമാറ്റിക്കലി രസകരമാണ്. പക്ഷെ ബാക്ക് ടു ബാക്ക് നമ്മളെ ചിരിപ്പിക്കുന്ന തരത്തിലുള്ള സീക്വൻസുകൾ സൃഷ്ടിക്കാൻ കഴിയാതെ പോകുന്നത് കാരണം സീക്വൽ അനൗൺസ് ചെയ്യുന്ന മിഡ് ക്രെഡിറ്റ് സീനെല്ലാം കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എക്സൈറ്റ്മെൻ്റ് ഒന്നും തോന്നിയില്ല.